അപ്പം എങ്ങനെയാണ് കൃത്രിമ പരാഗണം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ, കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. നോക്കിക്കേ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈ ഫ്ലവർ നമ്മൾ എടുക്കുന്നു. നോക്കിക്കേ, ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ റിമൂവ് സ്റ്റേമൻസ് ഫ്രം ദി ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. സ്വപരാഗണം തടയുന്നതിന് എന്ത് തടയണം? സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യണം. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. മനസ്സിലായല്ലോ? റിമൂവ് സ്റ്റേമൻസ് ഫ്രം ദി ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താനുള്ള പൂവിൽ നിന്നും എന്ത് റിമൂവ് ചെയ്യണം? കേസരങ്ങൾ റിമൂവ് ചെയ്യണം. അല്ലേ? നമുക്കറിയാം, കേസരങ്ങൾ ഫീമെയിൽ പാർട്ടാണോ മെയിൽ പാർട്ടാണോ? സ്റ്റേമൻ എന്ന് പറയുന്നത് മെയിൽ പാർട്ടാണ്, അല്ലേ? അതായത് എന്താണ്, പുരുഷ ലൈംഗിക ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. ഒരു പൂവിലെ പുരുഷ ലൈംഗിക ഭാഗമാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേമനെ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം റിമൂവ് ചെയ്യണം. കേസരങ്ങളെ മുറിച്ചു മാറ്റണം. അപ്പൊ ഒന്നാമത്തെ കാര്യം കേസരങ്ങൾ മുറിച്ചു മാറ്റുക. റിമൂവ് സ്റ്റേമൻസ്. എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. അതായത് ഒരു പൂവിൽ തന്നെ മെയിൽ ഭാഗങ്ങളും ഫീമെയിൽ ഭാഗങ്ങളും ഉണ്ടാവുമല്ലോ, അല്ലെ? പുരുഷ ലൈംഗിക ഭാഗങ്ങളും സ്ത്രീ ലൈംഗിക ഭാഗങ്ങളും ഉണ്ട് ഒരു പൂവിൽ തന്നെ. അതുകൊണ്ട് എന്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട് അവിടെ? സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണം നടക്കാനുള്ള ചാൻസ് ഇല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കേസരങ്ങൾ റിമൂവ് ചെയ്യണം. സ്റ്റേമൻ റിമൂവ് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ദ ഫ്ലവർ ഈസ് ഡ്രാപ്പ് well to prevent the pollen grains from other flowers falling on it. ഈ പൂവിൽ നിന്ന് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് എന്ത് ചെയ്യണം? ഇതുപോലെ പൊതിഞ്ഞു കെട്ടണം. മനസ്സിലായോ? ഓക്കെ, but the flower is wrapped well to prevent the pollen grains from the flowers falling on it. അല്ലേ? മറ്റു പൂക്കളിൽ നിന്ന് ഉള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ പൊതിഞ്ഞു കെട്ടണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. Pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്നും പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ആ ചെടിയുടെ പ്രത്യേകത? എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് നമ്മൾ ശേഖരിക്കുന്നത്? ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടി, ഇതേ ഇനത്തിൽപ്പെട്ടായിരിക്കും, സെയിം സ്പീഷീസ് ആയിരിക്കണം. ഇനി വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിൽ നിന്നും പൂവിൽ നിന്നും എന്ത് ശേഖരിക്കണം? പരാഗരേണുക്കൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ശേഖരിക്കണം. ഇനി അടുത്തത് എന്താണ്? പോളൻ ഗ്രെയിൻസ് ദസ് കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റ് ഓൺ ദി സ്റ്റിഗ്മ ഓഫ് ദി ഫ്ലവർ വിച്ച് ഈസ് ടു ബി പോളിനേറ്റഡ് ആർട്ടിഫിഷ്യലി. ഓക്കെ, അപ്പൊ ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ പതിപ്പിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ നടത്തുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ്? ന്യൂക്ലിയർ ഡയഗ്രം മാത്രം ഒന്ന് ചിന്തിച്ചേ. ആദ്യം എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള ഒരു ഫ്ലവർ സെലക്ട് ചെയ്തിട്ട് അതിന്റെ എന്താ റിമൂവ് ചെയ്യണ്ടേ, എന്താ നീക്കം ചെയ്യണ്ടേ? കേസരങ്ങൾ മാറ്റുക. ഇതല്ലേ, ഒരു ഫോർസെപ്സ് ഒക്കെ ഉപയോഗിച്ച് അതിന്റെ കേസരകൾ ഇങ്ങനെ മാറ്റുക, അല്ലെങ്കിൽ സ്റ്റേമൻസ് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ കേസിൽ ഇതൊന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഫ്ലവറിനെ കേസരങ്ങൾ റിമൂവ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റേമൻസ് റിമൂവ് ചെയ്ത ആ ഫ്ലവറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ കവർ കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്യുക, പൊതിഞ്ഞു കെട്ടുക. എന്തിനു വേണ്ടിയിട്ട്? മറ്റു പരാഗണങ്ങളൊന്നും നടക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത കേസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്?
ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മൂന്നാമത്തെ കേസിൽ നമ്മൾ എന്താണ് ഇതാണ് മൂന്നാമത്തെ കേസിൽ എന്താ ചെയ്തത്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ വർഗത്തിൽപ്പെട്ട സെയിം സ്പീഷീസിലുള്ള വേറൊരു പൂവ്, വ്യത്യസ്ത ഗുണങ്ങളുള്ള വേറൊരു പൂവ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിലെ എന്താണ് പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് അല്ലേ, പോളൻ ഗ്രെയിൻസ് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എടുക്കുക അല്ലേ. ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ശേഖരിച്ചെടുക്കുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ, നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ പോളൻ ഗ്രെയിൻസ് എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം? സ്റ്റിഗ്മയിൽ, ആ ഫ്ലവറിന്റെ നമ്മൾ പോളിത്തീൻ ബാഗിൽ കെട്ടിവെച്ചിട്ടില്ലേ, കേസരങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ആ പോളിത്തീൻ ബാഗ് കെട്ടിവെച്ചിരിക്കുന്ന ആ പൂവിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അതായത് ശേഖരിച്ച പരാഗരേണുകൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് ഇങ്ങനെ പതിപ്പിച്ച് വെക്കണം. മനസ്സിലായല്ലോ? ഇതാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? അത്രയും കാര്യങ്ങള് മനസ്സിലായോ? ഇനി അടുത്തൊരു സ്റ്റെപ്പിന് എന്താ ചെയ്യുന്നത്? മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂ വീണ്ടും എന്ത് ചെയ്യണം? പൊതിഞ്ഞിങ്ങനെ കെട്ടണം. ദ ഫ്ലവർ ഈസ് wrapped again to prevent pollination from other plants. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പൊ എത്ര സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു? 1, 2, 3, ഇത് എത്രാമത്തെ സ്റ്റെപ്പ്? 4, നാലാമത്തെ സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് 5, അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, 5 സ്റ്റെപ്പുകളാണുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് വെക്കാൻ. ഫസ്റ്റ് വർക്ക സംകരണം. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വർക്ക സംകരണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ പഠിക്കുക, ഹൈബ്രിഡൈസേഷൻ അല്ലേ. അപ്പൊ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴിയാണ് വർക്ക സംകരണം നടക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കണം? സെയിം സ്പീഷീസ് ആയിരിക്കും, ഒരേ വർഗത്തിൽപ്പെട്ട 2 ചെടികൾ, വ്യത്യസ്ത ഗുണങ്ങളുള്ള 2 ചെടികൾ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള 2 ചെടികൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെടിയുടെ ഫ്ലവറിലുള്ള കേസരങ്ങൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ആദ്യം സ്റ്റേമൻസ് റിമൂവ് ചെയ്യണം, ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിനെ ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? മറ്റ് പരാഗണങ്ങളൊന്നും നടക്കാൻ പാടില്ല. സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ, സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ. ഓക്കെ, സ്വപരാഗണം നടക്കാതിരിക്കാൻ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോളിത്തീൻ ബാഗ് ഉപയോഗിച്ച് കവർ ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി മറ്റേ ഫ്ലവറിനെ നമ്മൾ എടുക്കണ്ടേ? ആ ഫ്ലവറിന്റെ എന്തെടുക്കണം? നമ്മൾ പോളൻ ഗ്രെയിൻസ് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എടുക്കണം അല്ലേ, അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് പരാഗരേണുക്കൾ ഇങ്ങനെ ശേഖരിക്കണം. ഇനി എന്ത് ചെയ്യണം? അതിന് പോളിത്തീൻ ബാഗ് കൊണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൂവിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി ഈ പോളൻ ഗ്രെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ. പരാഗരേണുക്കൾ, ശേഖരിച്ച പരാഗരേണുക്കൾ ഇതിലെ എന്താണ് സ്റ്റിഗ്മയിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ പതിപ്പിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് വീണ്ടും കവർ ചെയ്യണം. കാരണം വീണ്ടും പരാഗണങ്ങളും അല്ലെങ്കിൽ വീണ്ടും പോളിനേഷൻ ഒന്നും നടക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? പോളിത്തീൻ കവർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുക. ഓക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഫെർട്ടിലൈസേഷനൊക്കെ നടന്ന് അല്ലേ, ബീജസംയോഗമൊക്കെ നടന്ന് പുതിയ വിത്തുകൾ ഉണ്ടാകും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള നല്ല വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് പാകി മുളപ്പിക്കും അല്ലേ. എന്നിട്ട് പുതിയ ചെടികൾ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുന്ന വിത്തിന് നമ്മളൊരു പേര് പറഞ്ഞല്ലോ, എന്തെന്നാ പറയാ? ഹൈബ്രിഡ് സീഡ് അല്ലെങ്കിൽ സങ്കരയിന വിത്തുകൾ എന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൃത്രിമ പരാഗണം നടത്തേണ്ടത് എപ്പോഴാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. പൂ വിരിഞ്ഞ ഉടൻ, പൂ വിരിഞ്ഞ് കഴിഞ്ഞ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? പൂ വിരിഞ്ഞ ഉടൻ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്.
കാരണം എന്താണ്? അവിടെ കുറച്ച് കഴിയുമ്പത്തേനും പരാഗണമൊക്കെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റു പരാഗണങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് പൂ വിരിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം നമ്മള്? കൃത്രിമ പരാഗണം നടത്തണം. ഓക്കെ. അപ്പൊ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്. ഓക്കെ. മനസ്സിലായല്ലോ കാര്യങ്ങള്? ഇനി സങ്കര ഇനം വിത്തുകൾ, ഹൈബ്രിഡ് സീഡ്സ്. എന്താണ്? വർഗ്ഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള വിത്തുകളാണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സീഡ്സ് ആർ സുപ്പീരിയർ ക്വാളിറ്റി സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ hybridization. Hybrid seeds are superior quality seeds produced by hybridization. വർഗ്ഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള വിത്തുകളാണ് സങ്കരയിനം വിത്തുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഓരോ സ്റ്റെപ്പും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ. ഇതുപോലെയുള്ള ഒരു ചെടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. പോളിത്തീൻ ബാഗ് എടുക്കുന്നു. സിസേഴ്സ് വേണം, ത്രെഡ് വേണം, ബ്രഷ് വേണം, പേപ്പർ. മെയിൻ ഫ്ലവർ ഇത്. ഈ ഫ്ലവറിൽ നിന്നും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ടു റിമൂവ് സ്റ്റെമൻസ്, അല്ലേ? കേസരങ്ങൾ മുറിച്ച് മാറ്റണം. ഇതുപോലെയുള്ള ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് പരാഗരേണുക്കൾ നമ്മൾ സ്റ്റിഗ്മയിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും എത്തിയുന്നു ഒരു കവർ, പോളിത്തീൻ കവർ കൊണ്ട് നമ്മൾ വീണ്ടും കവർ ചെയ്യുന്നു. ഓക്കെ. മനസ്സിലായല്ലോ? ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. സങ്കരയിനം വിത്തുകൾ, ഹൈബ്രിഡ് സീഡ്സ് എന്താണെന്നും മനസ്സിലായി.